മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് നാദാപുരം നെക്സ്റ്റ്. നാദാപുരം എംപവർമെൻറ്റ് ഫോർ എക്സലൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ്. ബുധനാഴ്ച കർക്കിടക വാവിൻ്റെ ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പരിപാടി. ഈ പരിപാടി കൊണ്ട് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്ന ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രസംഗം എന്ന് പറയുന്നത് അതിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം സാഹിബ് നടത്തുന്ന ഉദ്ഘാടന പ്രസംഗമാണ്. തുടർന്ന് CN വിജയകൃഷ്ണൻ സംരംഭകത്വ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഇതിൽ പങ്കെടുക്കുന്നത് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ജനപ്രതിനിധികൾ, പിന്നെ ഓരോ പഞ്ചായത്തിൽ നിന്നും സംരംഭകത്വ താല്പര്യമുള്ള 5 പേർ വീതം പങ്കെടുക്കുന്ന 150 പേർ ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള പരിപാടിയാണ് നാദാപുരം നെക്സ്റ്റ്. CN വിജയകൃഷ്ണൻ സംസാരിക്കുന്ന സംരംഭങ്ങൾ, സാധ്യതകൾ, സൗകര്യങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതേപോലെ തന്നെ PM A സമീർ MLA സാമ്പത്തിക ആസൂത്രണം, പ്രതീക്ഷകൾ, പരിധികൾ, പരിമിതികൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അഖിലേന്ത്യാ സെക്രട്ടറി CK സുബൈർ വിഷയം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞ് ആ സെഷൻ അവസാനിക്കും. പരിപാടിൻ്റെ ഉദ്ദേശം 5 വർഷം. ഇപ്പോൾ സംഗതി കുറേ കാലമായിട്ട് നാദാപുരം നല്ല വളർച്ചയുടെ, നല്ല ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നാടായി മാറിയിട്ടുണ്ട്. മുമ്പ് സംഘർഷങ്ങളുടെയൊക്കെ നാടായിരുന്ന അറിയപ്പെട്ടിരുന്ന നാദാപുരം ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ ഏറെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി നാദാപുരം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കിഴക്കൻ മലയോര മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിലൊക്കെ നിരന്തരം പറഞ്ഞാണ് പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതി രമണീയമായ ഇടങ്ങൾ, മനുഷ്യ വിഭവങ്ങൾ, മനുഷ്യ സമ്പത്ത്, ഭൂമി, ഇതൊക്കെ ധാരാളം ഉള്ളൊരു നിയോജക മണ്ഡലമാണ് നാദാപുരം നിയോജക മണ്ഡലം. വ്യത്യസ്ത സാധ്യതകൾ, ഒന്ന് ടൂറിസത്തിൻ്റെ സാധ്യത, കാർഷിക രംഗത്തെ നാളികേരത്തിൻ്റെ സാധ്യത, അതേപോലെ തന്നെ പുഴയുടെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭക താല്പര്യമുള്ളവരെ ഉത്തേജിപ്പിച്ച് ഒരു 5 വർഷത്തിനുള്ളിൽ കുറച്ച് പദ്ധതികളും പരിപാടികളും ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് എയ്ഡ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എയ്ഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡ്, പഞ്ചായത്തുകളുടെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായം ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മോട്ടോ. വികസനം എന്ന് പറയുന്നത് റോഡും പാലവുമല്ല. ഈ നാട്ടിൽ, ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, യാതൊരു വിധത്തിലുള്ള തൊഴിലുമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള സംരംഭം ഉണ്ടാക്കണമെന്ന് പലപ്പോഴും അന്നത്തെ MLA യോട് പറഞ്ഞു. പക്ഷേ ഈ 40 വർഷക്കാലത്തിലേക്ക് ഒരു MLA, മാറി മാറി വന്ന MLA, MCP ഇടതുപക്ഷത്തിൻ്റെ MLA ഇതുവരെയും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പാർട്ടി പ്രവർത്തകന്മാർക്ക് കൊടുത്താൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഏറെക്കുറെ ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ പല ഭാഗങ്ങളുണ്ട്, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ, പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി MLA യുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം ഈ നിയോജക മണ്ഡലത്തിലെ ഭാഗങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുവഴി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാണ് വളരെ പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്നാണ് ഈ ക്യാമ്പിന്, വർക്ക്ഷോപ്പിന് നമ്മൾ പേര് കൊടുത്തത്. അതിനൊരു ദ്വയാർത്ഥങ്ങളുണ്ട്. അതിൽ പറഞ്ഞ പോലെ നാദാപുരം എംപവർമെൻറ്റ് ഫോർ എക്സലൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതോടൊപ്പം പുതിയുഗ നാദാപുരം, അടുത്ത നാദാപുരത്തെ നമ്മൾ കാണുന്നതിൽ വലിയൊരു പ്രതീക്ഷയുടെ ഏരിയയാണ്. രാഷ്ട്രീയ പാർട്ടി എന്നങ്ങൾക്ക് നമ്മുടെ സാമ്പ്രദായികമായ ചുമതലകൾക്കപ്പുറം മറ്റു ചില ചുമതലകൾ കൂടി നമുക്ക് തീർച്ചയായിട്ടും നിർവഹിക്കാനുണ്ട്. ആ ഒരു പാതയിലാണ് മുസ്ലിം ലീഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ പല മേഖലകളും നാദാപുരത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനിയും വളരാൻ ധാരാളം സാധ്യതകളും ഈ മേഖലയിലുണ്ട്. ഇപ്പം കാവിലുംപാറ ബക്രംതളം ചുരത്തിൽ നിന്ന് തുടങ്ങി മയ്യഴിപ്പുഴ അവസാനിക്കുന്ന
പെരിങ്ങത്തൂർ വരെയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങൾ കിട്ടാൻ വേണ്ടി കളിക്കുന്ന, വല്ലാണ്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആ ഇടക്കാണ് ഈ ഒരു ഭൂമിക നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താതെ കിടക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വലിയ ഒരു സാധ്യതകൾ ഈ വർക്ക്ഷോപ്പിൽ വെച്ച് ജനങ്ങൾക്ക് മുമ്പാകെ ഡിജിറ്റലി പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടൂറിസം കോറിഡോർ, ഒരു വിനോദ ഇടനാഴിയെക്കുറിച്ച് ഉള്ള സങ്കല്പങ്ങളും ചർച്ചകളും പ്രൊജക്റ്റുകളും ഇതിൽ അവതരിപ്പിക്കപ്പെടും. ഏതായിരുന്നാലും പുതിയ കാലത്ത് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പുതുയുഗ കേരളത്തെക്കുറിച്ച് ആണ് അവർ വിഭാവനം ചെയ്തത്. അത് പുതുയുഗ നാദാപുരത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്.